കുഞ്ഞാറ്റ ഇച്ചായൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ പരസ്പരം തെറിയും ചളിയും വാരി എറിയുന്ന ഒരു കപ്പിളാണ് കേട്ടോ. ഇവരുടെ ഒരു തുടക്കം നോക്കിക്കഴിഞ്ഞാൽ ഇവർ വീട്ടുകാരുടെ സമ്മതമില്ലാതെ സ്വന്തം പ്രണയത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് വിവാഹിതരായവരാണ്. പിന്നെ വീട്ടുകാരെ ഗതി കെട്ടിട്ട് ആ സമയത്ത് പള്ളിയിൽ വെച്ച് കെട്ടി കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ സ്വന്തമായിട്ടുള്ള ജീവിതം ആയതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ ഒരു 2-3 ദിവസം മാത്രമാണ് അവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവർ വേറെ വീടെടുത്ത് താമസിക്കുന്നു. വലിയൊരു വാടക വീടാണ്. അവിടെ കുറേ പട്ടികളൊക്കെ ആയിട്ട് അവരുടെ മധുവിധുകാലം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റയുടെ ഗർഭത്തിൻ്റെ ആദ്യ ട്രൈമസ്റ്ററിൽ തന്നെ, അതായത് ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അവർ വല്ലാത്തൊരു കടബാധ്യതകളിലേക്ക് പതുക്കെ പതുക്കെ തള്ളപ്പെടുന്ന ഒരു സമയം. പുതിയ ക്യാമറ, അവരുടെ മെയിനായിട്ടുള്ള അന്നത്തെ ജോലി എന്ന് പറയുന്നത് യൂട്യൂബാണ്. പിന്നെ ഈ കുഞ്ഞാറ്റ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കാതെ ഈ പ്രണയത്തിൻ്റെ പേരിൽ എടുത്തു ചാടിയ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ പറയത്തക്ക ഇവർക്ക് രണ്ടുപേർക്കും ജോലികളില്ല. അപ്പോൾ ഈ യൂട്യൂബ് ഞങ്ങളെ കാത്തോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരങ്ങോട്ട് ജീവിതം തുടങ്ങുകയാണ്. ആദ്യത്തെ കുറേയൊക്കെ യൂട്യൂബ് എല്ലാ ചാനലും പോലെ തന്നെ ഒരു ത്രില്ല്, ഇവർ ഇത്ര ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു, ഇനി എന്താവും. അപ്പം നല്ല വ്യൂസ് ഉണ്ടായി. ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെ നല്ല വരുമാനം ഉണ്ടായി. ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഗർഭധാരണത്തിൻ്റെ ആ ഫസ്റ്റ് മാസം തൊട്ട് തന്നെ ഓരോ കടബാധ്യതകളായി. അതായത് ഈ യൂട്യൂബിൽ കാണിക്കാനായിട്ട് എന്തെങ്കിലും കണ്ടന്റ് വേണ്ട. അപ്പോൾ കാർ എടുത്തു, പുതിയ ക്യാമറ വാങ്ങി, പുതിയ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കടനായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടബാധ്യത, ഗർഭം, ഇനി പ്രസവത്തിനുള്ള പൈസ ഉണ്ടാക്കണം. ഈ കുറഞ്ഞ ദിവസത്തിനുള്ള കുഞ്ഞാറ്റ ആ ജീവിതത്തിൻ്റെ മൊത്തം ഭാരം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ ആ ഗർഭാവസ്ഥയിലൊന്നും ഒരല്പം പോലും സന്തോഷം അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഓൺലൈനിൽ തുണി വിൽപ്പന, പിന്നെ ബ്യൂട്ടീഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബ്രൈഡൽ മേക്കപ്പ്, എല്ലാ രീതിയിലുള്ള പണിയെടുത്തിട്ടാണ് ആദ്യത്തെ ആ ഒരു പ്രസവം അവർ താണ്ടിയത്. അതിൻ്റെ ഉള്ളിൽ ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ജോലിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. വളരെ ജോളിയായിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ആ ഒരു മൂടോടുകൂടി സ്വന്തം ഭാര്യയുണ്ട്, കുഞ്ഞായി എന്നുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വളരെ ജോവിയലായിട്ട് ജീവിതം കൊണ്ടു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പയ്യൻ. കുഞ്ഞാറ്റ ശരിക്കും വിഷമിച്ചു പോയി. എന്നിട്ടും അവർ കടിച്ചു പിടിച്ച് ഈ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും നേടണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ജോലികളിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് പിടിച്ചുണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും അവർ രണ്ടാമത് വീണ്ടും ഗർഭിണിയാവുന്നു. ഈ കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോൾ വീണ്ടും അവർ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നു. ആ പ്രഗ്നൻസിയുടെ കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവർക്ക് കണ്ണീര് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേട്ടോ ആ പ്രഗ്നൻസിയിൽ അവർ പോണത്. ഈ ഒരു 5-ാം മാസമൊക്കെ ആയപ്പോൾ ഈ ഉന്തി വെച്ച വയറുമായിട്ട് ഈ ടൈലറിങ്, അതായത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, പിന്നെ ഓൺലൈനിലായിട്ട് തുണികൾ കൊണ്ടുവരിക, ബ്രൈഡൽ മേക്കപ്പിന് പോവുക. ഈ രണ്ടാമത്തെ ഗർഭവും തീരാ ദുരിതമാണ് അവർക്ക് സമ്മാനിച്ചതെന്ന് പറയാതെ വയ്യ. ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം, അപ്പോഴേക്കും കടബാധ്യതയൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. ഒരുപാട് അടവുകളുണ്ട്, ഭക്ഷണം കഴിക്കണം, ചെലവുണ്ട്, ഈ ഗർഭഭാരത്തിൻ്റെ വയ്യായ ഡോക്ടറെ കാണിക്കണം, അതുകൂടാതെ ഇങ്ങനെയുള്ള ലോണുകൾ അടയ്ക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ അവരിങ്ങനെ ചക്രശ്വാസം വലിക്കുന്ന ഒരു കാഴ്ച. ആ സമയത്തും അച്ചായൻ എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡ് നിർഗുണ പരബ്രഹ്മമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതായത് നീ എന്നെ കല്യാണം കഴിച്ചതല്ലേ, നീ എന്നെ ജീവിക്കേ. ഇതൊരു ഒരു എന്താ പറയുക, ഒരു 1 മാൻ ഷോ പോലെ ഈ ജീവിതം ഇവരുടെ തന്നെ ഉത്തരവാദിത്തമാവുന്ന ഒരു മനോഹരമായ കാഴ്ച. അതിലവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ അനുഭവിച്ചൊരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ കുഞ്ഞാറ്റയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അപ്പോഴും അവർ വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തത, എൻ്റെ ജീവിതം ഞാൻ തന്നെ എന്നുള്ളൊരു ഭാരം ആ തലയിലേറ്റിയിട്ട് അവരങ്ങനെ തുടർന്ന് അങ്ങോട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഈ 5-ാം മാസം രണ്ടാമത്തെ പ്രഗ്നൻസി അങ്ങനെ മിസ്സായി പോവുകയാണ്. അതിൻ്റെ സങ്കടം, അതിൻ്റെ പോസ്റ്റ് പീരീഡിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ, അതായത് മിസ്സായിപ്പോയി ഒരു കുഞ്ഞിനെ കാണാൻ പറ്റാതെ അത് ഇല്ലാതായി പോയതിൻ്റെ ഒരു ഡിപ്രഷൻ. ആ ഡിപ്രഷൻ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ വിവാഹം കഴിഞ്ഞ് ഈ 3-4 വർഷക്കാലം ഡിപ്രഷനിലൂടെ ജീവിച്ചു. അവർ നല്ലൊരു മൊമെൻറ്റിലൂടെ സന്തോഷകരമായിട്ട് ഒന്നും ജീവിച്ചിട്ടില്ല. എങ്കിൽ പോലും മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനെയൊക്കെ അത് കളർഫുള്ളാക്കാനായിട്ട് അവർ മാക്സിമം അവരുടെ സമ്പാദ്യം മുഴുവൻ കളയുന്ന ഒരു കാഴ്ച. അപ്പം ജീവിതം നല്ല രീതിയിൽ കളർഫുള്ളാക്കി കൊണ്ടുപോകണം. പക്ഷേ അതിന് സ്ട്രഗിൾ ചെയ്യണം. അതിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പോസിറ്റീവായിട്ട് ജീവിതത്തിനെ കൊണ്ടുപോകണം എന്നൊക്കെ ആ സ്ത്രീ ആ ജീവിതത്തിൻ്റെ
ഏറ്റവും നല്ല വലിയ ഭാരം വഹിച്ചുകൊണ്ട് തന്നെ പോസിറ്റീവായിരിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇതിന് യാതൊരു വക റെസ്പോൺസും ഇല്ല. പോരാത്തതിന് ഉള്ളത് നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഇടയിൽ അയാൾക്ക് ഇവർ വിദേശത്തേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തി, അതിൽ വിജയിച്ച് അതിൻ്റെ യാത്രയ്ക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ സ്വരൂപിക്കുക. ഇയാൾക്ക് വാഹനാപകടത്തിൽ പല്ലിൻ്റെ, അതായത് മോണയും പല്ലും ഒക്കെ ഉള്ളിലേക്ക് പോവുകയും അങ്ങനെ അതിൻ്റെ ക്രോണിക്കായിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റൽ വാസവും അതിനും ഇവർ വളരെ പോസിറ്റീവായിട്ട് താങ്ങി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവർ വിദേശത്തേക്ക് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോറിയിലാണ് ഞങ്ങൾ നിയമപരമായി വിവാഹമോചിതരായി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എയർപോർട്ടിൽ ഇവരെ യാത്ര അയക്കാനായിട്ട് ഇവരുടെ ഹസ്ബൻഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള, നമുക്ക് ഒരുവിധം ഒരു 90% ആളുകൾക്കും അവരുടെ വ്ളോഗുകൾ കാണുന്നവർക്കൊക്കെ അവരുടെ ആ ഒരു സങ്കടം, ചില സമയത്ത് അവർ ടൈലറിങ് മെഷീനിൽ ഇരുന്ന് ആ ഗർഭിണിയായിരിക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു വ്ളോഗ് അവർ മൊത്തം കരയുന്നതുണ്ട്. അതായത് രണ്ട് വീട്ടുകാരുടെയും സപ്പോർട്ടില്ല. ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ഒരാൾ, ഈ ജീവിതം, കടം, പ്രാരാബ്ദം, ഗർഭം, പ്രസവം, ഇതൊക്കെ ഒരാളുടെ തലയിൽ കയറി ഇറങ്ങുമ്പോൾ അവന് എന്തുമാത്രം ഡിപ്രഷനാവും. അങ്ങനെ ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി സഹിച്ചിട്ടാണ് അവർ വിദേശത്തേക്ക് പോയത്, മാൾട്ടയിലേക്ക്. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ ഡിവോഴ്സ് ആവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ ആ രണ്ടാമത്തെ പ്രസവത്തിൽ അവർ അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഞാൻ ഓൾറെഡി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ ഭർത്താവിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ്. കുഞ്ഞിന് 10 മാസം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഭർത്താവിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുള്ളതാണ്. ആ കേസ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൂടാതെ ആണ് ഇപ്പോൾ എനിക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചിട്ടാണ്. അതായത് ഭർത്താവ് ഒരു അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നു. ഈ അവിഹിത ബന്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അയാളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതിൻ്റെ പ്രൂഫും ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഈ കുഞ്ഞിനെ ഇത്രയും വീട്ടുകാരെ ത്രിവൽഗണിച്ച് വെല്ലുവിളിച്ച് ഇങ്ങനെ ഒരു പ്രണയത്തിന് സാക്ഷാത്കരിച്ച് ആ കല്യാണം കഴിഞ്ഞ് ആ കുഞ്ഞ് പ്രസവിച്ച് 10ാം മാസം ഇവർ ഫേസ് ചെയ്ത ചില കാര്യങ്ങളെ പറ്റി ഇവർ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്കും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുന്ന് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവന്, അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMAയുടെ പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെൺപിള്ളേർക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവൻ ഇപ്പോഴും ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പല പെൺകുട്ടികൾക്കും ഭർത്താവ് മെസ്സേജ് അയക്കുന്നു. അവരിങ്ങോട്ട് തിരിച്ച് ഇവരോട് പരാതി പറയുന്നു, ഞങ്ങൾക്ക് മോശമായിട്ടുള്ള മെസ്സേജുകൾ വരുന്നു, പിന്നെ ഇയാൾ പല രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇവർ തന്നെ ഭർത്താവിനെ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വേറൊരു ഐഡിയിൽ നിന്ന് ഇവരെ മെസ്സേജ് ചെയ്യുമ്പോൾ അയാളോട് ഈ MDMAയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പിക്ചർ അയക്കുന്നു. അയാൾ അതിനോട് വളരെ പോസിറ്റീവായിട്ട് മോശമായിട്ട് തിരിച്ച് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സ്വന്തം ഭാര്യയാണ് ചെയ്യുന്നതെന്ന് അറിയാതെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൂഫോട് കൂടിയാണ് അവർ ആ 10ാം മാസത്തിൽ ആ കുഞ്ഞിന് വെറും 10 മാസമുള്ളപ്പോൾ ആദ്യത്തെ കേസ് അയാൾക്ക്, അതായത് ഗാർഹിക പീഡനത്തിന്, ഡൊമസ്റ്റിക് വയലൻസിലാണല്ലോ പ്രാഥമികമായിട്ടുള്ള കേസ് അവർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും അവർ ആ ജീവിതം ഒന്നുകൂടി ഇയാൾ നേരെ ആവുമോയെന്ന് അറിയാനായിട്ട് വീണ്ടും വീണ്ടും ആ ജീവിതത്തിലേക്ക് കടിച്ചു തൂങ്ങിയതുകൊണ്ടാണല്ലോ രണ്ടാമത് ഒരു പ്രഗ്നൻസി പോലും അവർക്ക് അത് മിസ്സായെങ്കിൽ ആ മിസ്കാരേജ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. വീണ്ടും അയാൾ ഈ അപകടത്തിന് പറ്റി അയാളുടെ വായും തൊണ്ണും ഒക്കെ ഇല്ലാതെയായി. അത് വീണ്ടും അതിൻ്റെ കാര്യങ്ങളും ചികിത്സയും എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവർ ശ്രമിച്ചു. പിന്നെ എന്തായിരിക്കും ഒരു സ്ത്രീ അയാളെ വിട്ടുപോയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അവൾ ഈ അനുഭവിച്ച ജീവിതം, അയാൾ കൊടുത്ത ദുരിതം, ഇതൊന്നും ഒരു ജീവിതമല്ല എന്ന് അവൾ റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്, താൻ ഒരു ഫോൾസ് ചോയ്സാണ് തൻ്റെ ഭർത്താവ് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്, അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുഞ്ഞാവുകയും രണ്ടാമതൊരു മിസ്കാരേജ് ആവുകയും അയാളിൽ നിന്നുള്ള കയ്പുനീരുകൾ ഒരുപാട് കുടിക്കേണ്ടി വരുന്ന ഒരു സമയത്താണ് അവർ വിചാരിക്കുന്നത് ഇത് വേണ്ട. ഇനി അവർ മാൾട്ടയിൽ ചെന്ന് പുതിയൊരു സൗഹൃദം ഉണ്ടാക്കുന്നു, അവരുടെ മനസ്സറിയുന്ന ഒരു സ്നേഹം ഉണ്ടാക്കുന്നു. അത് അവരുടെ സ്റ്റോറിയിൽ നിന്നൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയായാലും ഇപ്പോഴാണ് അവർ സ്നേഹിക്കപ്പെടുന്നത്. അന്നത്തെ അവരുടെ ഒരു രൂപവും ഇന്ന് അവർ മാൾട്ടയിൽ ചെന്ന് അവർ വീഡിയോ അയക്കുമ്പോൾ അവരുടെ ഒരു രൂപം അവരിൽ ഇത്രമാത്രം
സൗന്ദര്യം ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഞെട്ടിപ്പോവും. ആദ്യം ഒരു അസ്ഥികൂടം പോലെ ഒരു കുഞ്ഞിനെയും വാരിയെടുത്ത് എപ്പോഴും കരഞ്ഞോണ്ടിരുന്ന ഒരു പെണ്ണ്, അവൾക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒക്കെ മൂർത്തിഭാവത്തോടു കൂടി എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റും, തൻ്റെ കുടുംബത്തിനെയും തൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം തൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പ്ലസ് തൻ്റെ പ്രണയം സൈഡായിട്ട് കൊണ്ടുപോകുന്നു. പിന്നെയും ഈ എക്സ് ഹസ്ബൻഡ് ഇപ്പോൾ കരഞ്ഞ് കയറി വന്നിട്ടുള്ളത് ആ കുട്ടിയുടെ പിറന്നാളിന് ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. ഈ ഓരോ പിറന്നാളും ആ കുട്ടിയുടെ അതുവരെയുള്ള പിറന്നാളുകൾക്കും ഈ വെഡ്ഡിങ് ആനിവേഴ്സറികൾക്കും ഒക്കെ ഈ സ്ത്രീ ഇരുന്ന് തയ്ച്ച് രാത്രിയും പകലും ഇല്ലാതെ നിരന്തരം ഹാർഡ് വർക്ക് ചെയ്ത് ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടൊക്കെയാണ് ഓരോ പിറന്നാളും ആഘോഷിക്കാറ്. ഇപ്പോൾ അവരുടെ സ്വന്തം വരുമാനം കൊണ്ട് സ്വന്തം അച്ഛനും അമ്മയെയും ഏർപ്പെടുത്തി മകൻ്റെ പിറന്നാൾ ഗംഭീരാക്കുകയാണ്. അപ്പോൾ അതിന് എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കയറുകയാണ്. ഒരു പെണ്ണിനെ അറിയാത്ത ഒരു വ്യക്തി അവളെ മനഃപൂർവ്വം അവഗണിച്ച് അവൾ തന്നെ സ്നേഹിച്ച് സ്വന്തമാക്കിയതാണ്, താൻ അവളെയും അങ്ങനെയാണ് എന്ന് അവളുടെ ആ ഒരു ലൈഫിനെ ബഹുമാനിക്കാതെ, അവളെ ബഹുമാനിക്കാതെ നിഷ്കരണം തള്ളിയിട്ട് ഇപ്പോൾ കഴുതയുടെ ഇതുപോലെ കിടന്ന് കാറണു. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചില്ല. ഇയാൾ ജീവിച്ചിരുന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ 2-3 ബർത്ത്ഡേ കഴിഞ്ഞു. ആ ബർത്ത്ഡേക്ക് ഒന്നും ഇയാളുടെ ഒരു രൂപ പോലും ഇല്ല. കാരണം പണിക്ക് പോവില്ല, കുടുംബത്തിനെ നോക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കഴുത, പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്ത്രീക്കെതിരെ നിരന്തരം അയാൾ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് വീഡിയോ ഇടുകയാണ്. ഒരു പെണ്ണ് നല്ല രീതിയിൽ തൻ്റെ കയ്യിലിരിക്കുമ്പോൾ അതിൻ്റെ വിലയറിയാതെ അയാൾ അതിനെ നശിപ്പിക്കാനുള്ള ശ്രമം. പക്ഷെ അവളുടെ ജീവിതം അവൾ തന്നെ സ്വയം രക്ഷിച്ചെടുത്ത് വേറൊരു വിദേശ രാജ്യത്ത് പോയി അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതിലും കൂടി ആ കുട്ടി തിളങ്ങി നിൽക്കുമ്പോൾ അതിനെ വീണ്ടും നശിപ്പിക്കാനുള്ളൊരു ശ്രമം. ഇതുകൊണ്ടൊന്നും അവർ തളരില്ല. കാരണം അവർ തളരുകയാണെങ്കിൽ അന്നേ തളരണമായിരുന്നു. അത്രമാത്രം ദുരിതങ്ങളാണ് ഈ അയാളുടെ പഴയ ഹസ്ബൻഡ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും അവർ തളരാതെ ഇന്ന് അവർ വിജയശ്രീലാളിതയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു മൈൻഡിൻ്റെ കപ്പാസിറ്റി തന്നെയാണ്. ജീവിതം എങ്ങനെയും നേടണം എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്.